നമസ്കാരം. പ്രശസ്ത ചെറുകഥാകൃത്തായ ഇ.കെ. ഷാഹിനയുടെ ഏറെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് ചിത്രകാരി. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന, ഇന്നും തുടരുന്ന സ്ത്രീ ജീവിതാവസ്ഥകളാണ് ചിത്രകാരി എന്ന ചെറുകഥ പറയുന്നത്. ചിത്രകാരി എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ. അസാമാന്യ പ്രതിഭയുള്ള ഒരു ചിത്രകാരിയാണവൾ. അവളുടെ മനസ്സു നിറയെ നിറങ്ങളാണ്. അവളുടെ വീടു നിറയെ അവൾ വരച്ച ചിത്രങ്ങളും. അവൾ നന്നായി വരയ്ക്കുമെന്ന് ഏറെ അഭിമാനത്തോടെയാണ് അവളുടെ ഉപ്പ പറയുന്നത്. ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് അവളുടെ ചിത്രങ്ങൾ കണ്ടിട്ട് ആർട്ടിസ്റ്റ് മാധവൻ സാർ പറയുന്നത്. അതെ, ദൈവം തൊട്ട കൈവിരലുകളായിരുന്നു അവളുടേത്. വർണ്ണങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ആഹ്ലാദത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവൾ. എന്നാൽ വിവാഹം അവളുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുന്നു. യാഥാസ്ഥിതിക ചിന്താഗതിക്കാരായ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കും അവൾ വായിക്കുന്നതും എഴുതുന്നതും വരയ്ക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നാണ് ഭർത്താവ് ഹാഫിസിന്റെ ഉമ്മയുടെ വിമർശനം. ആണുങ്ങൾക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും വച്ചുണ്ടാക്കി കൊടുക്കുക, മക്കളുടെയും കുട്ടികളുടെയും കാര്യം നോക്കുക, അതാണ് പെണ്ണുങ്ങളുടെ പണിയെന്ന് അവർ ഫിസയോട് പറയുന്നു. ഭർത്താവ് ഹാഫിസിനും അവൾ വരയ്ക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. 4-5 വരയും കുറിയും, ഇതൊക്കെ ആർക്കാ പറ്റാത്തേ എന്നൊക്കെ പറഞ്ഞ് ഹാഫിസ് അവളെ നിരന്തരം ആക്ഷേപിക്കുന്നു. അവൾ വരയ്ക്കുന്നത് കാണുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നു. ഒരു എക്സിബിഷനുള്ള സാഹചര്യം ഒത്തുവന്നപ്പോൾ ഒരു പണ്ടാരവും വേണ്ട എന്നു പറഞ്ഞ് അയാൾ അവളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബവുമായി ചേർന്നു പോകുവാൻ ഫിസ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളും കഴിവുകളും അംഗീകരിക്കുവാൻ ആ യാഥാസ്ഥിതിക കുടുംബത്തിന് സാധിച്ചില്ല. അവളുടെ ആഗ്രഹങ്ങളെയും കഴിവുകളെയും അംഗീകരിക്കുവാൻ ആ യാഥാസ്ഥിതിക കുടുംബത്തിന് സാധിച്ചില്ല. ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി, അവരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും വേണ്ടി ജീവിക്കുന്നവളാകണം സ്ത്രീ എന്ന സങ്കല്പമാണ് ഹാഫിസിനും കുടുംബത്തിനും. അവസാനം തൻ്റെ ആത്മാവിഷ്കാരത്തിന് തടസ്സം നിൽക്കുന്ന ആ യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്ന് സ്വയം മോചിതയാകുന്ന ഫിസയെയാണ് കഥാന്ത്യത്തിൽ നാം കാണുന്നത്. ചിത്രകാരി എന്ന ചെറുകഥ അനുവാചകന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നു. ഫിസയുടെ ദുഃഖം അതിൻ്റെ പൂർണ്ണതയിൽ അനുവാചകരിലേക്കും പകരുന്നു. അതൊരു വിങ്ങലായി, നീറ്റലായി വായനക്കാരൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. ഇനി നമുക്ക് കഥ പരിചയപ്പെടാം. ചിത്രകാരി. ഉറക്കമുണർന്ന അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ടു വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു. വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ വന്ന് തുറിച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നീ എന്താ വരച്ചു കൂട്ടണേ? അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു. 4-5 വരയും കുറിയും, ഇതൊക്കെ ആർക്കാ പറ്റാത്തേ? അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും. അതൊക്കെ പക്ഷേ വർഷങ്ങൾക്കും മുമ്പാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു. എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക്, അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ. എന്നിട്ട് ഒരു നോട്ട്ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും. പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ്. കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല. അവൾ കാണിച്ചിട്ടുമില്ല. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്? ഒരിക്കൽ ഉമ്മ ചോദിച്ചു. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും. ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങോട്ട് നേരിട്ട് പറയുകയും ചെയ്തു. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു. ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. അതുപോരാ. ഉമ്മ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ? കലത്തപ്പം ഉത്തര മലബാറിൽ ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ്. അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരം. അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ? ഇല്ല. ചുക്കപ്പം ചുടുവോ? ഇല്ല. ബിരിയാണി വയ്ക്കുവോ? അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു. അടുപ്പത്തെ പണി ഒരു കടലാഫീസേ. അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയെങ്ങനെ?
അൻ്റെ പെയിൻ്റടി പോലല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വച്ചുണ്ടാക്കുക, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം. ആരും ഒന്നും തിന്നുകയും കുടിക്കുകയും വേണ്ട. കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ രണ്ടു കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ടിരുന്നേയില്ല കുറേ കാലം. പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും, മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും. എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കുമെന്ന ഹാഫിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് 10 മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാനുണ്ട്. ഹാഫിസ് ഒന്ന് മുരടനക്കി. ഫിസ ഒന്നും പറഞ്ഞില്ല. അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും. പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ. അയാൾക്ക് ഒന്നും പിടികിട്ടിയതേയില്ല. ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ. അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല. അവളുടെ വീടു നിറയെ ചിത്രങ്ങളായിരുന്നു. പല തരത്തിലുള്ളവ, വലുപ്പത്തിലുള്ളവ, നിറങ്ങളിലുള്ളവ. തറവാട് വീടിന്റെ കോലായ ചുമരുകളിലും ഇരുപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ. ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും, അവളുടെ ഉപ്പ പറഞ്ഞു. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂലാന്ന്. അതിനെന്താ? അതിനിപ്പോ എന്താ? ഓള് വരച്ചോട്ടെ, ഓളെ കൈകൊണ്ടല്ലേ. ഹാഫിസിന്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു. ഉമ്മക്കെന്താ അതിന് പണി? ഓള് വരച്ചാ. ഫിസാന്ന് വെച്ചാ എന്താ അർത്ഥം? ഇടയ്ക്കു കിട്ടിയ ഒരു നുറുങ്ങു നേരത്ത് ഹാഫിസ് ചോദിച്ചു. ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് അയാൾക്ക് മുൻപിലേക്ക് നീക്കിവെച്ച് അവൾ പറഞ്ഞു. നോക്കൂ, മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി. ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നുവരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ്. മൂടൽമഞ്ഞ്, അവൾ പറഞ്ഞു. അതാണ് ഫിസ. അയാൾക്ക് ആകപ്പാടെ വിസ്മയം തോന്നി, ഒരിത്തിരി അപകർഷവും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല. വെറുതെ കലപില പറഞ്ഞു പോകുന്ന പെൺകുട്ടികൾ, അവരുടെ ഉടുപ്പുകൾ, വളകിലുക്കങ്ങൾ, ഒളിനോട്ടങ്ങൾ, ഫാഷനെയും സിനിമയെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ആൺകുട്ടികളെക്കുറിച്ച്. ഇതിനുമപ്പുറം സംസാരിക്കുന്ന പെൺകുട്ടിയെ, കഴിവുകളുള്ള പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മൂടൽ മഞ്ഞ്, റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വിലകയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വക തരുന്ന സിനിമ, അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷെ ചിത്രങ്ങളും കവിതകളും? ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂര് വച്ച് ഇന്റർസോണിന്, സുഹൃത്ത് പറഞ്ഞു. നന്നായി വരയ്ക്കുമായിരുന്നു. അവൾക്ക് തന്നെയായിരുന്നു അന്ന് 1ാം സ്ഥാനം. ആ വർഷം ചിത്രപ്രതിഭയുമായി. ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുസൃതിയോടെ ഹാഫിസിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു. ഓളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ? ഇവൻ ഇതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു. ഇല്ല, ദൈവം തൊട്ട കൈവിരലുകൾ. അഭിപ്രായം എൻ്റേതല്ല ഹാഫി. അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ. പക്ഷെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എപ്പോഴും, എക്സ്ട്രീംലി സൈലൻ്റ്. എന്നിട്ടോ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ. കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു. ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി. അത് മൂർധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ. ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട്. ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി. കാടങ്ങനെ പടർന്ന്. മോൻ എവിടെ? അവൻ ഉണരാൻ സമയമായില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു.
ചോദ്യത്തിൻ്റെ ലക്ഷ്യം ശരിക്കറിയാമെന്നതുപോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല. ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗൂതം നോക്കി തുടർന്നു. ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി. നീണ്ടു നേർത്ത കൈവിരലുകൾ, ദൈവം തൊട്ടവ. പൊടുന്നനെ ഒരസ്വാസ്ഥ്യം എന്തെന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി. അസഹ്യതയോടെ വരാന്തയിലേക്ക് ഇറങ്ങി. അന്നത്തെ പത്രം എടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു. എന്തെന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന, അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര. ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തീർക്കാനുമായി ആരോ ചിലർ വന്നുപോയി. ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നേക്കും, അവർ പറഞ്ഞു. ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനമെന്നോണം അവളോട് പറഞ്ഞു, ഒരു പണ്ടാരവും വേണ്ട. അവൾ പ്രതികരിച്ചില്ല. ഇപ്പോഴെന്ന പോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പൊയ്ക്കളഞ്ഞു. ഈ മിണ്ടാതിരിക്കലാണ് എന്നെ വെറുപ്പിക്കണത്, ഹാഫിസ് മനസ്സിൽ പറഞ്ഞു. ചിത്രം വരയുന്നവര് മിണ്ടാറില്ലേ? മിണ്ടിയ വര തെറ്റുവോ? അയാൾ അവളോട് ചോദിച്ചു. ഇതിന് അഹങ്കാരം എന്നാ പറയാ, വലിയ ആളുകളി. ഒരു ചായ വേണം എനിക്ക്, ഒരു ചായ, അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിനെ തെറിപ്പിച്ചു കളഞ്ഞു. കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില നിറങ്ങൾ പടർന്നു, ഒരു ചേർച്ചയുമില്ലാത്തവ. നിർനിമേഷയായി കുറച്ചിട അത് നോക്കി നിന്ന അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി. ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി. അവൾക്കു പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അടച്ചുവച്ച പാത്രങ്ങൾ തുറന്നു. മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വച്ചിരുന്നു. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ഒന്നു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം: കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഇ.കെ. ഷാഹിനയുടെ ചിത്രകാരി എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ. കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദ അനുഭൂതികൾ, ആഹ്ലാദ അനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് വിശകലനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന ചോദ്യം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു ആനന്ദം, ആഹ്ലാദ അനുഭൂതി ഫിസയ്ക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പ്രതിഭാധനയായ പെൺകുട്ടിയാണ് ഫിസ. ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് ആർട്ടിസ്റ്റ് മാധവൻ സാർ അവളുടെ ചിത്രങ്ങൾ കണ്ടിട്ട് പ്രതികരിച്ചത്. അപ്പോൾ തീർച്ചയായും പ്രതിഭാധനയായ പെൺകുട്ടി. അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു. തീർച്ചയായും അവൾ ചിത്രരചനയിൽ ഏറെ താല്പര്യം പുലർത്തിയിരുന്നു. അവൾ ഏറെ പ്രതിഭാധനയായിരുന്നു. അവൾ അതിലേറെ ആഹ്ലാദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ എന്താണ് വിവാഹാനന്തരം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒന്നും അവൾ വരയ്ക്കുന്നതോ എഴുതുന്നതോ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഭർത്താവിനും വീട്ടുകാർക്കും നല്ല രുചികരമായ ഭക്ഷണങ്ങൾ വച്ചുണ്ടാക്കി കൊടുക്കുകയും കുട്ടികളെ പെറ്റുവളർത്തുകയും ചെയ്യുന്ന, വീട് നോക്കുന്ന ഒരു പെൺകുട്ടി. അതിനപ്പുറം സ്ത്രീക്ക് മറ്റൊരു ജീവിതമില്ല, അതാണ് പെണ്ണിൻ്റെ പണി എന്നാണ് ഫിസയുടെ ഭർത്താവിൻ്റെ ഉമ്മ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ എന്താണ് വീടിൻ്റെ യാഥാസ്ഥിതികമായ ചിന്താഗതികളിൽപ്പെട്ട് ഉഴലുന്ന ഫിസയ്ക്ക് വരയ്ക്കുവാനോ വരയിലൂടെ ലഭിക്കുന്ന ആത്മാവിഷ്കാരത്തിലൂടെ ലഭിക്കുന്ന ആഹ്ലാദ അനുഭൂതികൾ അനുഭവിക്കാനോ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കലയെ ജീവിതത്തോളം സ്നേഹിക്കുന്നവളാണ് ഫിസ. കലയെ ജീവിതത്തോളം സ്നേഹിക്കുന്നവളാണ് ഫിസ. അസാധാരണമായ സർഗശേഷിയുള്ള ഒരു ചിത്രകാരി. ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് അവൾ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് പ്രശസ്ത ചിത്രകാരൻ മാധവൻ സാർ അഭിപ്രായപ്പെട്ടത്.
വിവാഹശേഷവും താൻ വരയ്ക്കും, വര നിർത്തൂല എന്ന് ഫിസ വിവാഹത്തിന് മുൻപ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ തികച്ചും യാഥാസ്ഥിതികരായ ഭർത്താവിനും ഭർതൃവീട്ടുകാർക്കും അവൾ വരയ്ക്കുന്നതും എഴുതുന്നതും ഇഷ്ടമല്ലായിരുന്നു. കുടുംബജീവിതവും കലാവിഷ്കാരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പെണ്ണിൻ്റെ കഴിവുകൾക്കും ആഗ്രഹങ്ങൾക്കും പരിധി നിശ്ചയിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ യാഥാസ്ഥിതിക കുടുംബ സംവിധാനം അവളെ അതിന് അനുവദിച്ചില്ല. അവളുടെ കഴിവുകളെയും സന്തോഷങ്ങളെയും അവർ തല്ലിക്കെടുത്തുന്നു. അവൾ വരയ്ക്കുന്നതും എഴുതുന്നതും കാണുമ്പോൾ ഭർത്താവ് അസ്വസ്ഥനാവുകയും നീരസം പ്രകടിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വച്ചുണ്ടാക്കുക, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ ഉമ്മയും അവൾ വരയ്ക്കുന്നതിന് എതിരു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദാനുഭൂതികൾ, ആഹ്ലാദാനുഭൂതികൾ അനുഭവിക്കുവാൻ ഫിസ എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നില്ല എന്നു കാണാം. അടുത്ത ചോദ്യം നോക്കുക. അയാൾ അവളുടെ കൈവിരലിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ പച്ചച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഫിസയുടെ കയ്യിൽ നിന്ന് അവൾ വരച്ചുകൊണ്ടിരുന്ന വർണ്ണങ്ങൾ നിറഞ്ഞ ആ ബ്രഷ് ഭർത്താവ് തട്ടിത്തെറിപ്പിച്ചു കളയുന്നുണ്ട്. അപ്പോൾ നിശബ്ദയായി, പതിവ് പോലെ തന്നെ അവൾ അവിടെ നിന്ന് നിശബ്ദയായി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് വന്ന് ഭർത്താവിന് ഭക്ഷണം വിളമ്പി നൽകിയതിനു ശേഷം ഫ്ലാസ്കിൽ നിന്ന് ചൂടുചായ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവൾ തൻ്റെ കൈകൾ കഴുകുന്നതാണ് കഥയിൽ കാണുക. അപ്പോൾ എന്താണ്? അവളുടെ കൈകളിൽ പറ്റിപ്പിടിച്ചിരുന്ന ആ മഞ്ഞപ്പച്ചച്ചായങ്ങൾ, അതിനെ എന്താണ് അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചച്ചായങ്ങൾ എന്ന് കഥാകൃത്ത് ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായും അപൂർണമായ ആ ചിത്രം അത് അവരുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ്. എത്ര കണ്ട് നിറപ്പകിട്ട് ചേർക്കുവാൻ ശ്രമിച്ചിട്ടും, എത്ര കണ്ട് ചേർത്തു നിൽക്കുവാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്ന ആ അപൂർണമായ ചിത്രം, അത് എന്താണ് ഫിസ കഴുകി കളയുമ്പോൾ തീർച്ചയായും എന്താണ് കഥാന്ത്യം നൽകുന്ന സൂചന. സുഖകരമല്ലാത്ത, ആത്മാവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാത്ത ആ ജീവിതം അവളത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് കലാവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ആനന്ദാനുഭൂതിയിലേക്കും കടന്നു പോകുവാൻ തീരുമാനമെടുക്കുന്നു എന്ന ഒരു സൂചന കഥാന്ത്യത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കുക. വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കും. വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി മേന്മ ലഭിക്കുന്നുണ്ടോ? ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വ്യക്തമാക്കുക. പ്രയോഗഭംഗി വിവരിക്കുക. ഇപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കും എന്ന ഹാഫിസിൻ്റെ ചിന്തയാണ് അവിടെ നമ്മൾ കാണുക. അവിടെ വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുമ്പോൾ തീർച്ചയായും എന്താണ് കൂടുതൽ അർത്ഥവ്യാപ്തി ലഭിക്കുന്നുണ്ട്. വളരെ കാലമായി അവൾ വരയ്ക്കുന്നില്ല എന്ന ഒരു സൂചന, ഒരു കാലസൂചന, നീണ്ട കാലയളവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് വരയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വളരെ കാലമായി അവൾ വരയ്ക്കുന്നില്ല എന്ന അർത്ഥവും നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് പറ്റും. അപ്പോൾ ഒപ്പം ഇത്തരത്തിലുള്ള ധാരാളം പ്രയോഗങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയാണ്. കരഞ്ഞു കരഞ്ഞ് കണ്ണു കലങ്ങി, നടന്നു നടന്നു ക്ഷീണിച്ചു, ഓടി ഓടി തളർന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആവർത്തനം കൊണ്ട് തീർച്ചയായും എന്താണ് ആ വാക്യത്തിന് കൂടുതൽ അർത്ഥവ്യാപ്തി സംഭവിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയുടെ കാലയളവിനെ അല്ലെങ്കിൽ പ്രയത്നത്തെയൊക്കെ എന്താണ് തീർച്ചയായും എന്താണ് ആവർത്തനത്തിലൂടെ എന്താണ് കൂടുതൽ സ്പഷ്ടമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കുക. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. രണ്ടാമത്തെ സന്ദർഭം നോക്കുക. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂലാന്ന്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്യുക, നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണമാണ്. ആദ്യ സന്ദർഭം
ഭർത്താവിൻ്റെ ഉമ്മ അവളോട് വന്ന് അവളെ വിമർശിച്ചുകൊണ്ട് അവൾ ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് വന്ന് ഫിസയോട് പറയുന്നുണ്ട്, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ എന്ന്. അപ്പോൾ അടുക്കള ജോലിയൊന്നും ചെയ്യാതെ പറ്റില്ല, അടുപ്പത്തെ പണിയൊന്നും പഠിക്കാണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ അവൾ മറുപടിയായി പറയുന്നതാണ്, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. അപ്പോൾ അത് സത്യം തന്നെയാണ്. കാരണം അവൾ വീട്ടുജോലികൾ തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്യുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ വരയ്ക്കുവാനിരിക്കുന്നത്. പക്ഷേ അവൾ വരയ്ക്കുന്നതോ എഴുതുന്നതോ ഇഷ്ടമായിരുന്നില്ല വീട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ അവളെ അസ്വസ്ഥതപ്പെടുത്തുവാൻ, അവളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഉമ്മ അങ്ങനെ വന്ന് ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് ഫിസ ഇപ്രകാരം പറയുക. രണ്ടാമത്തെ സന്ദർഭം ഭിസയുടെ വിവാഹത്തിന് മുൻപ് അവളുടെ വീട്ടിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും എത്തിയപ്പോൾ ഭിസയുടെ വീട്ടുകാർ ബാപ്പ പറയുന്നതാണ് ഇങ്ങനെ, കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയും വര നിർത്തൂല എന്ന്. അപ്പോൾ ഈ ഒരു സന്ദർഭം നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായി ഹാഫിസിൻ്റെ ഉപ്പ പറയുന്നുണ്ട്, അതിനെന്താ, ഓള് വരച്ചോട്ടെ, ഓളുടെ കൈകൊണ്ടല്ലേ ഓള് വരയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിവാഹാനന്തരം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വരയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൾ വരയ്ക്കുന്നതോ എഴുതുന്നതോ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാം അവൾക്ക് എതിര് നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് പറ്റും. ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഭിസ. നന്നായി വരയ്ക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി. അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു അവളുടെ വീടു നിറയെ. വരകളും വർണ്ണങ്ങളുമായിരുന്നു അവളുടെ മനസ്സു നിറയെ. ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് അവൾ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് പ്രശസ്ത ചിത്രകാരൻ മാധവൻ സാർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ മനസ്സു നിറയെ വർണ്ണങ്ങളും പ്രതീക്ഷകളുമായി വിവാഹ ജീവിതത്തിലേക്കു കടന്നുവന്ന ഭിസയുടെ ജീവിതം അവൾ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല. ഭർത്താവും വീട്ടുകാരും അവൾ വരയ്ക്കുന്നതിനെതിരു നിന്നു. കുടുംബജീവിതവും കലാവിഷ്കാരവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പരിശ്രമിച്ചു. കുടുംബത്തോട് ചേർന്നു നിൽക്കുവാൻ അവൾ ശ്രമിച്ചു. വീട്ടുജോലികളൊക്കെ ഒതുക്കിയതിനു ശേഷം അവൾ വരയ്ക്കാൻ ശ്രമിച്ചു. തൻ്റെ സർഗാത്മകമായ കഴിവുകളെ മനസ്സിൽ ഒതുക്കി നിർത്താൻ അവൾക്കാകുമായിരുന്നില്ല. എന്നാൽ ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നായിരുന്നു ഭർത്താവിൻ്റെ ഉമ്മയുടെ വിമർശനം. ഭർത്താവിനും മക്കൾക്കും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതും മക്കളെ നോക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതുമാണ് പെണ്ണിൻ്റെ ജോലി എന്നാണ് അവരുടെ അഭിപ്രായം. ഭർത്താവും അവളെ നിരന്തരം പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവൾ വരയ്ക്കുന്നത് കാണുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നു. അയാളിൽ അപകർഷത നിറയുന്നു. കുറ്റപ്പെടുത്തലുകൾ സഹിക്കാനാവാതെ വന്നപ്പോൾ അവൾ വരയ്ക്കാതെയായി. എന്നാൽ നീണ്ട ഒരു ഇടവേളയ്ക്കു ശേഷം അവൾ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. വരയ്ക്കാതെ അവളുടെ മനസ്സിൽ നിന്നും നിറങ്ങളില്ലാതായി എന്ന് കരുതിയ ഹാഫിസിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം അവൾ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. അവൾ വരയ്ക്കുന്നത് കണ്ടപ്പോൾ, അവളുടെ ബ്രഷിൻ്റെ ഗതിവേഗങ്ങൾ കണ്ടപ്പോൾ അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അയാൾ അവളുടെ കയ്യിൽ നിന്നും ബ്രഷ് തട്ടിത്തെറിപ്പിച്ചു. നിശബ്ദമായ കരച്ചിലോടെ അവൾ തൻ്റെ കൈകൾ കഴുകുമ്പോൾ യാഥാസ്ഥിതികമായ ചിന്താഗതികളുടെ അസ്വാതന്ത്ര്യത്തിൽ നിന്നും അവൾ സ്വതന്ത്രയാവുകയാണ് എന്ന സൂചന കഥാകൃത്ത് നൽകുന്നുണ്ട്. അപ്പോൾ തൻ്റെ കലാവിഷ്കാരത്തിന് തൻ്റെ കുടുംബജീവിതം തടസ്സമാകുന്നു എന്ന് കാണുമ്പോൾ കുടുംബത്തോട് ഒത്തുചേർന്ന് പോകുവാൻ അവൾ ആവതും പരിശ്രമിക്കുന്നുണ്ട്. തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തതിന് ശേഷമാണ് അവൾ വരയ്ക്കുവാനായിരിക്കുക. പക്ഷേ ഒരു പെണ്ണായതുകൊണ്ട് അവൾക്കിതൊന്നും ആവശ്യമില്ല. അവൾ അങ്ങനെ വളരേണ്ട, അവൾക്കുള്ള അവസരങ്ങൾ അവർ നിഷേധിക്കുന്നുണ്ട്. ഒരു എക്സിബിഷനുള്ള സാഹചര്യം ഒത്തു വന്നപ്പോൾ ഒരു പണ്ടാരവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാഫിസ് അവളുടെ വഴിയടയ്ക്കുകയാണ്. കഥയിലെ അവസാന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. അപ്പോൾ അപൂർണമായ ആ ചിത്രം, വരച്ചു പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുന്ന അവളുടെ ചിത്രം, അത് യഥാർത്ഥത്തിൽ അവളുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ്. അസ്വാരസ്യങ്ങൾ നിറഞ്ഞ, അസ്വസ്ഥതകൾ നിറഞ്ഞ, അടിച്ചമർത്തലുകൾ നിറഞ്ഞ, ഒരു ചേർച്ചയുമില്ലാത്ത, നിറപ്പകിട്ടുകളില്ലാത്ത ആ ജീവിതം. അവൾ വേണ്ട എന്ന് വയ്ക്കുന്നുവോ എന്ന ഒരു സംശയം തീർച്ചയായും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന
കഥാന്ത്യത്തിൽ നൽകുന്നുണ്ട്. തൻ്റെ ആത്മാവിഷ്കാരത്തിന്, കലാവിഷ്കാരത്തിന് തടസ്സമായി തീരുന്ന ഈ ജീവിതം അത് തൻ്റെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ കലാവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ മുഴുകിയ ആനന്ദാനുഭൂതികൾ അനുഭവിക്കുവാൻ അവൾ തടസ്സമായി നിൽക്കുന്നവയെല്ലാം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായി ഉള്ള ഒരു സൂചന കഥാന്ത്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, 2 കഥാസന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ പരിചയപ്പെട്ട ചിത്രകാരി എന്ന ചെറുകഥയിലെ ഒരു സന്ദർഭമാണ് ആദ്യം നൽകിയിരിക്കുന്നത്. അടുപ്പത്തെ പണിയൊരു കടലാഫീസേ, അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയെങ്ങനെ? എൻ്റെ പെയിൻ്റടി പോലല്ല അത്, എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ചിത്രകാരി എന്ന ചെറുകഥയിൽ ഫിസയോട് ഭർത്താവ് ഹാഫിസിൻ്റെ ഉമ്മ പറയുന്നതാണ് ആദ്യ സന്ദർഭം. അവൾ ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഫിസയോട് ഭർത്താവിൻ്റെ ഉമ്മ സംസാരിക്കുന്നതാണ് ഇപ്രകാരം. രണ്ടാമത്തെ സന്ദർഭം, സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. എന്താ ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. ഓർമ്മയുടെ ഞരമ്പ് KR മീര. KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധയുടെ വാക്കുകളാണിത്. വൃദ്ധ തന്നെ കാണുവാനായി തൻ്റെ മുറിയിലെത്തിയ കൊച്ചുമകൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതാണ് ഈ സന്ദർഭം. തൻ്റെ ജീവിതത്തെപ്പറ്റിയാണ് വൃദ്ധ പറയുക. വിവാഹാനന്തരം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണവർ. വായനയും എഴുത്തും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, സ്വന്തമായി കവിതകൾ എഴുതി അവതരിപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടി, പ്രതിഭാധനയായ പെൺകുട്ടി. അവൾ കവിത എഴുതി വായിക്കുന്നത്, അവതരിപ്പിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് അവളുടെ വിവാഹം നടക്കുക. എന്നാൽ വിവാഹാനന്തരം ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും വീട്ടുകാർക്കും ഒപ്പം ഭർത്താവിനുമൊന്നും അവൾ എഴുതുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അവിടെ വിവാഹത്തിന് മുൻപ് തന്നെ സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ ഭർത്താവിൻ്റെ വീട്ടിൽ. ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും വീട്ടുകാർക്കുമൊന്നും സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്നതിനോട് എതിർപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം, പെറണം. അപ്പോൾ പെണ്ണുങ്ങൾക്കുണ്ടാകേണ്ടുന്ന കഴിവെന്താണ്? ചോറും കറിയും വെച്ച് വീടടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി മക്കളെ പെറ്റു വളർത്തുക. അപ്പോൾ അതിനപ്പുറം പെണ്ണുങ്ങൾക്ക് ആഗ്രഹങ്ങളോ ഒപ്പം തന്നെ അവകാശങ്ങളോ ഒന്നും വേണ്ട. അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ ജീവിതം എന്ന് പറയുന്നത് ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാഥാസ്ഥിതികമായ ചിന്താഗതിയായിരുന്നു വൃദ്ധയുടെ അമ്മയ്ക്കും ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 കഥാസന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലെയുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥാസന്ദർഭവും EK ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലെ സന്ദർഭവും സമാനമായ ജീവിത സാഹചര്യങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. 2 കഥാപാത്രങ്ങളും പ്രതിഭാധനരാണ്. എഴുത്തും വായനയും ചിത്രരചനയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ യാഥാസ്ഥിതിക ചിന്താഗതി പുലർത്തുന്ന ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും അവർ എഴുതുന്നതോ വായിക്കുന്നതോ അല്ലെങ്കിൽ വരയ്ക്കുന്നതോ ഒന്നും ഇഷ്ടമായിരുന്നില്ല. അവർ അവരുടെ കഴിവുകളെ അടിച്ചമർത്തുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് 2 കഥാസന്ദർഭങ്ങളും അവതരിപ്പിക്കുക. സമകാലിക സമൂഹവും ഒരുപാടൊന്നും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. പല ജോലികളും, പ്രത്യേകിച്ചും ഗാർഹികമായ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്ത്രീയുടെ മാത്രം കടമയാണ്. അവളാണത് ചെയ്യേണ്ടുന്നത് എന്ന ഒരു യാഥാസ്ഥിതിക ചിന്താഗതി ഇന്നും സമൂഹത്തിൽ വളരെ പ്രബലമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർഗാത്മകമായ ആവിഷ്കാരങ്ങളോ ഒപ്പം സ്വാതന്ത്ര്യപൂർണമായ ഒരു ജീവിതമോ പലപ്പോഴും സ്ത്രീക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിദ്യാഭ്യാസവും ജോലിയും സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ സ്ത്രീ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഗാർഹികമായ ജീവിതാവസ്ഥകൾ, സ്ത്രീ ജീവിതാവസ്ഥകൾ ഒരു പരിധിവരെ പഴയപടി തന്നെ തുടരുന്നതാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും.
E.K. ഷാഹിനിയുടെ ചിത്രകാരി എന്ന ചെറുകഥയിലെ ഫിസയും K.R. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധയും സമാനമായ ജീവിത സാഹചര്യങ്ങളാണ് നേരിടുന്നതെന്ന് തന്നിരിക്കുന്ന കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥകളുടെ നേർക്കാഴ്ചകളാണ് ഇരു കഥകളിലും കാണാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസവും അറിവും സർഗാത്മകമായ കഴിവുകളുമുള്ള സ്ത്രീകളായിട്ടുകൂടി അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവർ തളയ്ക്കപ്പെടുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അസ്വാതന്ത്ര്യത്തിൻ്റെയും യാഥാസ്ഥിതിക ചിന്താഗതികളുടെയും ഇടയിൽ വീർപ്പുമുട്ടി ജീവിക്കേണ്ടി വരുന്നു. വായനയും എഴുത്തും ചിത്രരചനയും ഒന്നും സ്ത്രീകൾക്കു വേണ്ട. ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം പാചകം ചെയ്തും മക്കളെ പെറ്റുവളർത്തിയും ജീവിക്കുന്നതാണ് പെണ്ണിൻ്റെ കടമ എന്ന യാഥാസ്ഥിതിക ചിന്താഗതി പുലർത്തുന്നവരാണ് ഫിസയുടെയും വൃദ്ധയുടെയും ഭർതൃവീട്ടുകാർ. ഫിസയുടെ ഭർത്താവിനും അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒന്നും ഫിസ വരയ്ക്കുന്നതോ എഴുതുന്നതോ ഇഷ്ടമായിരുന്നില്ല. അവളെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവർ അവളെ അടിച്ചമർത്തുകയും അവളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അവളുടെ കഴിവിനെ അവർ അംഗീകരിക്കുന്നില്ല. വൃദ്ധയും സമാന സാഹചര്യങ്ങളെ തന്നെയാണ് നേരിട്ടത്. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും എന്നാണ് വൃദ്ധ പറയുന്നത്. 9-ാം വയസ്സിൽ മഹാകവി വള്ളത്തോൾ സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ എന്നു പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച പെൺകുട്ടി ഒരു മനുഷ്യായുസ്സു മുഴുവൻ വീട്ടുജോലികളുടെ ഉത്തരവാദിത്വങ്ങളിൽ തളയ്ക്കപ്പെട്ട് വീർപ്പുമുട്ടി ജീവിക്കേണ്ടി വന്നു. ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് ഫിസ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് ആർട്ടിസ്റ്റ് മാധവൻ സാർ പ്രശംസിച്ചത്. പ്രതിഭാധനരായിട്ടും ഫിസയ്ക്കും വൃദ്ധയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഇന്നും സ്ത്രീ ജീവിതാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്നു കാണാം. യാഥാസ്ഥിതികമായ ചിന്താഗതികളിൽ നിന്ന് നമ്മുടെ സമൂഹം ഇന്നും മോചിതരായിട്ടില്ല. അല്ലെങ്കിൽ ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥയിലെ പെൺഗൗളിയെ പോലെ കുടുംബത്തിൻ്റെ വ്യവസ്ഥാപിതമായ ഘടനയിൽ നിന്നും പുറത്തുചാടി സ്വന്തം അസ്തിത്വം നിലനിർത്തുവാൻ സ്ത്രീ കരുത്താർജിക്കുക തന്നെ വേണം. അടുത്ത ചോദ്യം നോക്കുക. ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക. ചിത്രകാരി എന്ന ചെറുകഥയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ്. ചിത്രകാരി എന്ന ചെറുകഥയിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുക. ഈ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് എന്നാണ് നമുക്ക് വിശകലനം ചെയ്യേണ്ടത്. ഇപ്പോൾ കഥയിലെ പ്രധാന കഥാപാത്രമായ ഫിസ ചിത്രകാരിയാണ്. അപ്പം ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് അവളുടെ ചിത്രങ്ങൾ കണ്ടിട്ട് ആർട്ടിസ്റ്റ് മാധവൻ സാർ അഭിപ്രായപ്പെടുക. ദൈവം തൊട്ട കൈവിരലുകൾ. അപ്പോൾ ഈ പ്രയോഗത്തിൻ്റെ ആവിഷ്കാരമാണ് തീർച്ചയായും എന്താണ് ഈ ചിത്രത്തിൽ കാണുക. കൈവിരൽ ബ്രഷായി നീളുന്ന ചിത്രം. അപ്പോൾ ആ ദൈവം തൊട്ട കൈവിരലുകൾ, അപ്പോൾ ആ ചിത്രകാരിയായ ഫിസയുടെ കൈവിരലുകൾ ബ്രഷ് പോലെ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അവളുടെ ആ പ്രതിഭ, അതിനെപ്പറ്റിയുള്ള സൂചന, ഒപ്പം എന്താണ് ആർട്ടിസ്റ്റ് മാധവൻ സാറിൻ്റെ അഭിപ്രായം എന്നിവയൊക്കെ എന്താണ് ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തും. വലതുവശത്ത് കാണുന്ന ചിത്രം നോക്കുക. ക്യാൻവാസിൽ വർണ്ണാഭമായ വീടിനെ വരയ്ക്കുന്ന സ്ത്രീ രൂപവും വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വർണ്ണങ്ങളും രൂപങ്ങളും അത് തീർച്ചയായും എന്താണ് ചിത്രകാരിയായ ഫിസയെയും അവളുടെ കലാലോകത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ചിത്രം തീർച്ചയായും എന്താണ് അവളുടെ വീട് എന്ന സങ്കല്പം തീർച്ചയായും എന്താണ് സർഗാത്മകമായ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമുള്ള മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അവളുടെ ആ വീടെന്ന സ്വപ്നമാണ് ഈ ചിത്രത്തിൽ കാണുക. നടുക്ക് കാണുന്ന ചിത്രം നോക്കുക. കഥയുടെ ഉള്ളടക്കവുമായി സംവദിക്കുന്നതാണ് 3-ാമത്തെ ചിത്രവും. ഫിസ എന്ന കഥാപാത്രത്തിൻ്റെ ആന്തരിക ലോകവും അവളുടെ ഹൃദയത്തിൽ നിന്നു വരുന്ന വർണ്ണങ്ങളുടെ ലോകവും മുറിഞ്ഞു പോകുന്നതിൻ്റെയും പൂമ്പാറ്റയെപ്പോലെ സ്വയം കലാലോകത്ത് അവൾ ഉയരുന്നതിൻ്റെയും ആവിഷ്കാരമാണത്. അവളുടെ ഹൃദയം കീറി മുറിയുകയാണ് അല്ലേ. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് നിന്ന്
അവൾക്ക് മാറി നിൽക്കേണ്ടി വരിക, അത് തീർച്ചയായും അവളുടെ ഹൃദയത്തെ കീറിമുറിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സൂചന നമുക്ക് കഥയിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് പറ്റും. ഒപ്പം തന്നെ പറന്നുയരുന്ന ആ ചിത്രശലഭങ്ങൾ തീർച്ചയായും കലാലോകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടി ആഹ്ലാദ അനുഭവങ്ങളോടുകൂടി ജീവിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവളുടെ മനസ്സ് തന്നെയാണ് തെളിയിക്കുക. അപ്പോൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ചിത്രകാരി എന്ന ചെറുകഥയിലെ ചിത്രങ്ങൾ ഓരോന്നും കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് പര്യാപ്തമാണെന്നു കാണാം.